ബ്രിഡ്മാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതിരുന്ന് ഇത് കാണും. ഇത് എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയത് ഈ ആപ്പാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ എറണാകുളത്തൊന്ന് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ജാക്കിമാനാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ഒടുക്കത്തെ ക്യൂ, അങ്ങ് ബാക്കിൽ ഫ്രണ്ട് വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു, നമ്മൾ ബുക്കും ചെയ്തില്ല. അപ്പം മാമനാണ് ഈ ഒരു ആപ്പ് സജസ്റ്റ് ചെയ്തത്. UTS എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നമുക്ക് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിത് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിൽ കയറാം, നല്ല സേഫ് ആയിട്ട് നമുക്ക് കയറാം. ഇതൊരു അടിപൊളി ആപ്പാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയാവുന്നവർക്കും മിക്കവർക്കും ഇത് അറിയായിരിക്കും. പക്ഷെ അറിയാത്തൊരൊറ്റ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ കാക്കകൾക്ക് സ്ഥിരം ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. കാക്കടുത്തും കൂടെ പറഞ്ഞത്. ഞാനും വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ കാക്കക്കൂട്ടിലെങ്കിലും പോകണമെങ്കിൽ UTS എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ സൈക്കിളിന്റെ അടുത്താണ് കയറിയത്. സൈക്കിളിൽ കയറിയിട്ട് പഞ്ചറായ സൈക്കിൾ പ്രയോജനമൊന്നുമില്ല. വെറുതെ ഇതിങ്ങനെ അടിക്കാതിരിക്കും. ഭയങ്കര പാടാണ് എടുക്കാൻ. പക്ഷെ നമ്മളിത് ബർത്ത്ഡേക്ക് നിന്റെ ടയർ ലൂസാന്ന് പറഞ്ഞ് ഇത് ഇതുവരെ എടുത്തിട്ടുള്ള ബർത്ത്ഡേ ടയറിന് കുഴപ്പമൊന്നുമില്ല. മാവ ശരിയാക്കി തന്നായിരുന്നു. പിന്നെ സൈക്കിൾ പണിയും തുടങ്ങിയോ? രസമുണ്ടല്ലോ കാണാൻ. ഞാൻ ഭയങ്കര രസമുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഡോണറ്റ് കേട്ടിട്ടും. പിന്നെ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ജിമ്മിലൊന്നും പോവാം. നമ്മൾ താഴെ വെച്ചാൽ നമുക്ക് ജിമ്മിലൊന്നും പോവാണ്ട് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു സൈക്കിളിൽ. അങ്ങനെ ആക്കരുത്. ഇല്ലമ്മ, ഇത് നല്ല യൂസ്ഫുൾ ആയി. നമ്മുടെ ജിമ്മിലൊന്നും പോകാൻ നമ്മുടെ കാലിന് നല്ലൊരു എക്സസൈസ് ആണ്. നശിപ്പിക്കണേ, സൈക്കിൾ ചീത്തയാക്കും. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബർത്ത്ഡേക്ക് സൈക്കിൾ വാങ്ങിച്ചിട്ട് എത്ര ദിവസം ചവിട്ടി മിമ്മു? ഒരു 2 ദിവസം. ബർത്ത്ഡേയുടെ അന്ന് തന്നെ ചവിട്ടി മറിഞ്ഞു വീണ്ടും. ബർത്ത്ഡേ അന്ന് ചവിട്ടി. അമ്മുക്കുഞ്ഞായിരുന്നു, കിച്ചുവും അവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വൈകക്കുട്ടി ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ ഞങ്ങൾ അവിടെ പോയതാണ് ചവിട്ടാൻ വേണ്ടിയിട്ട്. സൈക്കിൾ ചവിട്ടാൻ പോയപ്പം എല്ലാരെയും നോക്കാം. അമ്മുക്കുഞ്ഞ് അങ്ങോട്ട് ഓടിയപ്പോ ഞാൻ അങ്ങ് മറിഞ്ഞു വീണു കേട്ടോ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല സൈക്കിൾ ഓട്ടാൻ. വേറെ എന്തൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാം? അപ്പൊ കാർ ഓടിക്കാൻ അറിയത്തില്ല, സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല, പിന്നെ ജീപ്പ് ഓടിക്കാൻ അറിയത്തില്ല, ലോറി ഓടിക്കാൻ അറിയത്തില്ല, ബസ് ഓടിക്കാൻ അറിയത്തില്ല, ട്രെയിൻ ഓടിക്കാൻ അറിയത്തില്ല. പിന്നെ എന്താ അറിയാവുന്നത് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. സൈക്കിൾ ഓടിക്കണ്ട, ചവിട്ടിയാൽ മതി, ഓടിക്കോളും തന്നെ. സൈക്കിൾ ഓട്ടാൻ അറിയാം, ചെറുതായിട്ടൊക്കെ അറിയാം. പിന്നെ മറ്റേ സാധനം എൻ്റെ പേരെന്താണ്, സ്കേറ്റിംഗ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മളെ സ്കേറ്റിംഗ് ബോർഡിനകത്ത് വെച്ചിട്ട് ഇവിടെ ഒരു പിടിയുണ്ട്, അതിലിങ്ങനെ ഉന്തി പോകുന്നത്. അത് കടയിലൊക്കെ ചെല്ലുമ്പോൾ അമ്മ അടുത്ത ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരാമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പറയാം, അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ കാണും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വാങ്ങിച്ചു എനിക്കറിയാം. സൈക്കിളിൽ കുറേ നാളായിട്ട് 7ാമത്തെ ബർത്ത്ഡേക്ക് പറഞ്ഞോ സൈക്കിൾ വാങ്ങിച്ചത്. അപ്പം പറഞ്ഞ 8ാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ്. അങ്ങി ഇവിടുന്ന് സ്കൂട്ടർ എടുക്കാൻ അങ്ങിക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കണം. പക്ഷെ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങി രഹസ്യമായിട്ട് ഒന്ന് ചോദിച്ച് അങ്ങി കാണിക്കട്ടെ വീഡിയോയില്. ബാറ്ററി കംപ്ലൈന്റ് ഉള്ള സ്കൂട്ടർ സ്റ്റാർട്ടായി. ആ സ്കൂട്ടർ ഇപ്പൊ അമ്മയോട്ട് പിണക്കോന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പിണക്കം. അവനെ എടുക്കാത്തത് കൊണ്ട് അവന് പിണക്കം. എന്തായാലും നമ്മൾ കാർ വാങ്ങിച്ചപ്പോ വലുതായിട്ട് അതിലിതൊന്നും ഇല്ല. അമ്മ ക്ലിനിക്കിൽ പോകണതൊക്കെ സ്കൂട്ടറിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ കാറിലാണ് പോണത്. അമ്മ ഒരു ദിവസം വൈകക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് അമ്മ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു. ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കിനും അമ്മ വലിയ കാര്യത്തിൽ ഹെൽമെറ്റൊക്കെ വെച്ച് സ്കൂട്ടർ അങ്ങി ഭദ്രമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ കൊണ്ടുവച്ച്. കുറച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ അത് എടുത്തപ്പോൾ ഫ്രണ്ട്സ് ടയറിൽ എന്തോ മുള്ളു കൊണ്ടിരുന്നു. ആണി കൊണ്ടിരുന്നു. ടയർ അങ്ങ് പഞ്ചറായിപ്പോയി. അപ്പോൾ അമ്മ അവിടെ പോയിട്ട് തിരിച്ചു ചവിട്ടാൻ പറ്റുന്നില്ല. പക്ഷേ ചവിട്ടാനല്ല, ഓടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് ആ സ്കേറ്റിങ്ങിൻ്റെ ആ സാധനം ഇങ്ങനെ തുടങ്ങി കടയിലൊക്കെ പോകുമ്പോൾ ഓടിക്കാറുണ്ട് കേട്ടോ. അത് ഓടിക്കാൻ അറിയാം.
അത്രേ അറിയുള്ളൂ. പിന്നെ മറ്റേ സൈക്കിൾ പോലത്തെ ജീപ്പും കാറും ഒക്കെ ഉണ്ടല്ലോ, അത് ഓടിക്കാറിയാം. ഫുള്ളൊരു മഞ്ഞ മയമാണല്ലോ മിമോസ്. നിന്നെ എവിടെ നിന്ന് കിട്ടി തലയിൽ കിടക്കുന്ന സാധനമൊക്കെ പഴയത്? നമ്മൾ ബമ്പർ ചിരിയിൽ പഠിക്കുമ്പോൾ, നമ്മൾ ബമ്പർ ചിരിയിൽ പഠിക്കാത്തപ്പോൾ ബമ്പർ ചിരിയിൽ ഉള്ളപ്പോൾ വാങ്ങിച്ച മിമോസിന്റെ ബമ്പർ ചിരിയിലുള്ള മാസ്റ്റർ പീസ് ഹെയർ സ്റ്റൈലായി. ഇതെപ്പോഴും ഫസ്റ്റ് പെർഫോമൻസ് തൊട്ട് ഇങ്ങനെ ഹെയർ സ്റ്റൈല് മിമോസിന്റെ. കൺഫ്യൂഷൻ തീർക്കണ്ടമേ. നമ്മൾ എന്താ പരിപാടി വെക്കേഷൻസ് ഒക്കെ ആയിട്ട്? വെക്കേഷൻ ആയിട്ട് എന്താ, ചേട്ടൻ 25-ാം തീയതിക്ക് മുമ്പ്, ചേട്ടൻ മറ്റന്നാ വരും, ചേട്ടൻ പാലക്കാട് വരും. ചേട്ടൻ 25-ാം തീയതിക്ക് മുമ്പ് ഒരു ദിവസം വരും. അപ്പം നമ്മള് നമ്മുടെ കൊല്ലം ഞങ്ങൾ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സീക്രട്ട് ട്രിപ്പ് പോയിട്ട് വരും ഇന്ന് നൈറ്റ്. മെമ്മോസിന് അറിയത്തില്ല, ഞങ്ങള് എല്ലാരും കൂടെ സീക്രട്ട് ട്രിപ്പ്. പിന്നെ ചേട്ടൻ വന്നിട്ട് നമ്മളെന്താ പറയാ, നമ്മള് 2 ദിവസം കൊണ്ട് പോയിട്ട് വരും ട്രിപ്പ്. ചേട്ടൻ 24th 23rd 24th വരുന്നാണ് പറഞ്ഞത്. എപ്പോഴായാലും 25-ന് മുമ്പ് ഡേറ്റിൽ വരികയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊല്ലത്ത് പുതിയ ലുലു ഹൈപ്പർ ഡെയിലി ലുലു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. എന്ത് തിരക്കല്ലേ. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ഇതിന് വന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന് തിരിച്ചു വന്നപ്പോൾ ലുലു ഡെയിലി എത്തി ഫ്രണ്ട്സ്. ഡ്രീം മോളിലായിരുന്നു നമ്മുടെ ലുലു ഡെയിലി. അവിടെ എൻ്റെ പൊന്നേ തിരക്കോട് തിരക്ക്. നമ്മൾ 3:30 അവിടെ കിടന്നത്. 3:55 നമ്മളവിടെ ഇറങ്ങിയത് കേട്ടോ. ഇറങ്ങിയതല്ല, അവിടെ നിന്ന് ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു വണ്ടി. ഇങ്ങനെ ഓടിച്ചാലും ഇങ്ങനെ ഓടിച്ചാലും ഇങ്ങനെ ഓടിച്ചാലും കുഴി, ഇങ്ങനെ ഓടിച്ചാൽ ഇപ്പുറത്ത് നിന്നുള്ള സാധനം തന്നിട്ടുണ്ട്. അവിടെ പണിയെടുക്കാൻ ഇപ്പുറത്തെ സാധനം വരുന്നത് ഇവിടെ ഓടിച്ചാൽ നമ്മൾ കുഴിയിൽ വീഴും. പിന്നെ ഇപ്പുറത്ത് ഓടിച്ചാൽ വണ്ടി ചവിട്ടും, വണ്ടി തട്ടും. പിന്നെ ഇപ്പുറത്തോട് ഓടിച്ചാൽ ലുലുവിന്റെ ഫ്രണ്ട്, ഡ്രീം മാളിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. പിന്നെ ഡ്രീം മാളിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നാണ്. നമ്മൾ കുറെ മിനിറ്റ് അവിടെ കിടന്നു. പിന്നെ ചേട്ടൻ വരുമ്പോ നമ്മള് ഗുണാക്കേവ് പോവും. ഗുണാക്കേവ് ചേട്ടൻ വന്നിട്ട് വേണം എല്ലായിടം പോവാൻ. ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കാം തിരിച്ചു വരാം. ഗുണാക്കേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സിബിഷൻ അല്ലല്ലോ, എന്തൊക്കെയാ കൊറേ ഉണ്ട്. ആശ്രമം ഗുണാക്കേവി പോകുന്നുണ്ട് നമ്മള്. പിന്നെ ഡെയിലി ലുലുവിൽ പോയില്ലെങ്കിൽ എന്താണ് കൊല്ലംകാര്, പിന്നെ കൊല്ലംകാര് എന്തായാലും പോണോട്ടോ ഡെയിലി ലുലുവില്. അവിടെ പോണെങ്കിൽ ഒന്നെങ്കിൽ 2 വീലറിൽ പോണം, ഇല്ല ഓട്ടോ വിളിച്ച് പോയിട്ട് തിരിച്ച് ഓട്ടോയിൽ വരണം. ഭയങ്കര തിരക്കാണ്. അപ്പൊ ഡെയിലി ലുലു പോവും, ഗുണാക്കേവി പോവും. പിന്നെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോവും. ഇങ്ങോട്ട് നോക്കി അങ്ങനെ ചിരിച്ച് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഫ്രണ്ട്സ് വാവി അവിടെ മല്ലിയിലയും പുതിനയിലയും അവിടെ കിളിപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ റംബൂട്ടാൻ മരം വളർന്നിട്ടുണ്ട് കുറച്ചൊക്കെ. പക്ഷെ അതിനകത്ത് റംബൂട്ടാൻ പിന്നെ റംബൂട്ടാൻ മരമാണിത്. കൊറേ മരങ്ങളുണ്ട്, എല്ലാം പോയി. എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു ഫ്രണ്ട്സ്, വെയിലായിട്ട്, പക്ഷെ തണലായിട്ട്, പക്ഷെ എന്തൊക്കെയോ ആയിട്ട് വെട്ടിക്കളഞ്ഞു. ഓക്കേ, all of you trust me. അപ്പൊ ആപ്പിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാം. വേറെ ഒന്നും പറയാനുണ്ടോ ഇന്നത്തെ മിമോസിന്റെ വെറുപ്പിക്കലേ കഴിഞ്ഞിരിക്കുന്നു. Okay, all of you trust me. This is a very all of you trust me. This is very useful app. Okay, bye bye. All of you like, share